സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടിയ വോട്ടുകളല്ല, ബി ജെ പിക്കും താമര അടയാളത്തിനും കൂടെ കിട്ടിയ വോട്ടുകളാണ്. താമരയ്ക്ക് വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മടി അല്ലെങ്കിൽ ഒരു അറപ്പ്, അത് കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് ഇലക്ഷനോട് കൂടെ തീർന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ഇത്രയും ജനങ്ങൾ കുത്തിയത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയുടെ മുഖത്ത് മാത്രമല്ല, താമര എന്ന അടയാളത്തിലും കൂടിയാണ്. അപ്പോൾ ഇനി അത് ആ ഒരു മാറ്റം, ആ ഒരു മുന്നേറ്റം ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. കാരണം എല്ലാ വാർഡുകളിലും ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങി ബി ജെ പിയുടെ പ്രവർത്തകർ. ബി ജെ പിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും അധികം മുന്നോട്ട് വരുന്നത്. പുരുഷന്മാരെക്കാൾ അധികം ആവേശത്തോടു കൂടെയും ഒരു പ്രതീക്ഷയോടുകൂടിയും സ്ത്രീ ജനങ്ങളാണ്, യുവതികളാണ് ഏറ്റവും അധികം മുന്നോട്ട് വന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നതും മുന്നോട്ട് നമ്മളോടൊപ്പം നടക്കാൻ, പുരുഷന്മാരോടൊപ്പം ആയാലും തോളോട് തോൾ ചേർന്ന് നടക്കാൻ തയ്യാറാവുന്നതും പ്രചരണത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുന്നതെല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അതും ഇതിൽ നമുക്കൊരു ഘടകമാണ്. നമസ്കാരം. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് തൃശ്ശൂരിലെ സ്ത്രീജനങ്ങൾ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. അത് ബി ജെ പിയുടെ പ്രവർത്തകരുണ്ട്, അല്ലാതെ തന്നെ പല നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന പല സന്നദ്ധ സംഘടനകളിലെയും സ്ത്രീജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. അത് ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് അന്ന് ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ അരിമ്പൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ച അഞ്ജലി നമ്മോടൊപ്പം ചേരുകയാണ്. യുവമോർച്ചയുടെ സജീവ പ്രവർത്തകയാണ് തൃശ്ശൂരിലെ. അഞ്ജലി, നമസ്കാരം. നമസ്കാരം. അഞ്ജലി, ഇപ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇപ്പോൾ അന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണ് അഞ്ജലി. അപ്പോൾ ഈ ഒരു വരാനുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു നില എങ്ങനെയായിരിക്കും? മുന്നേറ്റം ഉണ്ടാകുമോ? ബി ജെ പിക്ക് കേരളത്തിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ബി ജെ പി ഇവിടെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ പോലുള്ള ഒരു നഗരത്തിൽ, ഒരു ജില്ലയിൽ നമുക്കൊരു എം പിയെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് തൃശ്ശൂരിലെ ജനതയ്ക്ക് കഴിഞ്ഞു. അതിൽ ബി ജെ പി പ്രവർത്തകരുടെ പങ്കും അതുപോലെ തന്നെ നിഷ്പക്ഷ വോട്ടുകളുടെ പങ്കുമൊക്കെ ധാരാളമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം, ആ ഒരു ഓളം അതിങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ഈ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഇനി വരുന്ന ത്രിതല പഞ്ചായത്തിലും ബി ജെ പിക്ക് തൃശ്ശൂർ ജില്ലയിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിലയിരുത്തൽ. കാരണം ആ ഒരു സാഹചര്യം, സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടിയ വോട്ടുകളല്ല, ബി ജെ പിക്കും താമര അടയാളത്തിനും കൂടെ കിട്ടിയ വോട്ടുകളാണ്. താമരയ്ക്ക് വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മടി അല്ലെങ്കിൽ ഒരു അറപ്പ്, അത് കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് ഇലക്ഷനോട് കൂടെ തീർന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ഇത്രയും ജനങ്ങൾ കുത്തിയത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയുടെ മുഖത്ത് മാത്രമല്ല, താമര എന്ന അടയാളത്തിലും കൂടിയാണ്. അപ്പോൾ ഇനി അത് ആ ഒരു മാറ്റം, ആ ഒരു മുന്നേറ്റം ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. കാരണം എല്ലാ വാർഡുകളിലും ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങി ബി ജെ പിയുടെ പ്രവർത്തകർ. എല്ലാ വാർഡുകളിലും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മുഖ്യ ഘടകമാണ് വോട്ട് ചേർക്കുക, വോട്ട് വെട്ടുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിലടക്കം ബി ജെ പിയുടെ പ്രവർത്തകർ സജീവമായിട്ട് വ്യാപൃതരായിരുന്നു. അപ്പം എൻ്റെ വാർഡിലടക്കം ഞങ്ങൾ ഒരുപാട് പുതിയ വോട്ടുകൾ, ആ വാർഡിലെ തന്നെ 18 വയസ്സ് പൂർത്തിയായ പുതിയ വോട്ടുകൾ, കല്യാണം കഴിഞ്ഞ് വന്നവരുടെ അങ്ങനെയുള്ള വോട്ടുകളെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ നേരിട്ട് ചെന്നിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ പൾസ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ബി ജെ പിക്കാരാണ് എന്ന് നമ്മൾ ചെന്ന് പറയുമ്പോൾ, നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉമ്മറത്തു നിന്നും അകത്തേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുന്ന ജനങ്ങളുണ്ട്. അവരൊരു പാർട്ടിയുടെയും വക്താക്കളല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയെയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരല്ല, നിഷ്പക്ഷ ജനങ്ങളാണ്. അപ്പോൾ അവരുടെ എല്ലാം മനസ്സ് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിലേക്കും അവരുടെ ഭരണത്തിലേക്കും മാറിക്കഴിഞ്ഞു. നല്ലതിനായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും നല്ലൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു സമയത്ത്, ഇലക്ഷൻ സമയത്ത് പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ ഒരു സാന്നിധ്യം, അത് ബി ജെ പിയുടെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുപോലെ ഒരു സ്ഥലത്തും സ്ത്രീകൾ ഇതുപോലെ ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇത്തവണ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ബി ജെ പി അങ്ങനെ ഒരു സംവിധാനം സെറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും അധികം മുന്നോട്ട് വരുന്നത്. പുരുഷന്മാരെക്കാൾ അധികം ആവേശത്തോടു കൂടെയും ഒരു പ്രതീക്ഷയോടുകൂടിയും സ്ത്രീ ജനങ്ങളാണ്, യുവതികളാണ് ഏറ്റവും അധികം മുന്നോട്ട് വന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നതും മുന്നോട്ട് നമ്മളോടൊപ്പം നടക്കാൻ, പുരുഷന്മാരോടൊപ്പം ആയാലും തോളോട് തോൾ ചേർന്ന് നടക്കാൻ തയ്യാറാവുന്നതും പ്രചരണത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുന്നതെല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അതും ഇതിൽ നമുക്കൊരു ഘടകമാണ്. ഇപ്പോൾ ഈ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 34 പഞ്ചായത്തുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ.
ആ ഒരു നിലയിലേക്ക് ബി ജെ പിക്ക് ഇപ്പോൾ എത്താനായിട്ട് സാധിക്കുമോ? കാരണം വെച്ചാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്ന പല രാഷ്ട്രീയ നിരീക്ഷകന്മാരുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആ ഒരു മുന്നേറ്റത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് ജനങ്ങൾ തന്നെ അത് തെളിയിക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന പരിചയത്തിൽ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നമുക്ക് നല്ല അനുകൂലമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ നമ്മളോട് പെരുമാറുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ നിന്ന് ജയിച്ചു പോയി അവിടെ പോയിരിക്കാനല്ല അദ്ദേഹം പോയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ MP ഓഫീസിൽ അദ്ദേഹം AC റൂമിൽ അല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിൽ ഇരുന്ന് സുഖജീവിതം ആസ്വദിക്കാനല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഇഷ്ടം പ്രകാര പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് BJP പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിയ കാര്യങ്ങൾ ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുക എന്താ, നമ്മളൊരാളെ ജയിപ്പിച്ച് വിട്ടാൽ ആ ആൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാടിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നാണ് ജനങ്ങളെല്ലാവരും നോക്കുക, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്രയും അധികം കാര്യങ്ങൾ ഒരു മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തു. അദ്ദേഹം MP ആയിരിക്കുമ്പോഴും ചെയ്തു, അതിന് മുന്നേ MP അല്ലാത്തപ്പോഴും അദ്ദേഹം ഈ മണ്ഡലത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിൽ നിന്നല്ല എല്ലായിടത്തും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ MP-യുടെ ഫണ്ട് വരുന്നത് വഴി അല്ലെങ്കിൽ MP ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലുടനീളം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ഇതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ത്രിതല പഞ്ചായത്തിലേക്കും വ്യാപിക്കും. ത്രിതല പഞ്ചായത്തിലും സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരാൾ പഞ്ചായത്തിലുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് നിരവധി ആനുകൂല്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജനങ്ങളും അതിനോടൊപ്പം തന്നെ BJPക്ക് ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഘടകം, ഈ ഒരു BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെയല്ല, ഇത്തവണ വലിയൊരു പ്രതീക്ഷയോടുകൂടി സംസ്ഥാന വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മുനിസിപ്പാലിറ്റി, 2 കോർപ്പറേഷനാണ് പ്രധാനമായിട്ട് BJP ലക്ഷ്യം വെക്കുന്നത്, നിരവധി പഞ്ചായത്തുകളും. അപ്പോൾ ഇത് കഴിഞ്ഞ വട്ടത്തെ ആ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്ന ഒരു പല തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഇടതുപക്ഷത്തിനെതിരെയും അതോടൊപ്പം തന്നെ UDFനെതിരെയും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പോൾ BJPക്ക് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എല്ലാ പഞ്ചായത്തുകളിലും? നമ്മൾ മെയിനായിട്ടും ഇടതുപക്ഷത്തിനെതിരെയും വലതുപക്ഷത്തിനെതിരെയും ഒരുപാട് ഹേറ്റ് ക്യാമ്പയിനുകൾ ചെയ്യുന്ന അതിലുപരി ഇദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, അതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. അതിനെ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പോഴും മിഥ്യാധാരണയുണ്ട്. അത് കേരള സർക്കാരിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതലും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ള മിഥ്യാധാരണയുണ്ട്. MP ഫണ്ട് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് വൈസായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹേറ്റ് ക്യാമ്പയിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും കള്ളക്കളികളെ ജനമധ്യത്തിലേക്ക് എത്തിക്കുക, അവർ ചെയ്യുന്ന ബയ്യ കൂട്ടുകെട്ടിനെയൊക്കെ ജനമധ്യത്തിലേക്ക് എത്തിക്കുക എന്നതും ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരുടെ ഒരു ഘടകം തന്നെയാണ്. അതും ഈ ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ഓരോ ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസാനമായിട്ട് വോട്ടിൻ്റെ കുറേ വിഷയങ്ങളിലൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് സജീവമായിട്ട് പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്താണ് തോന്നുന്നത്? പുച്ഛമാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും പറയാം, തുറന്നടിച്ച് പറയാം, പുച്ഛമാണ് തോന്നുന്നത്. കാരണം ആദ്യം പറഞ്ഞു സുരേഷ് ഗോപിയോടുള്ള സഹതാപം കൊണ്ടാണ്, ഇതിനു മുന്നേ നിന്ന് ജയിക്കാനായിട്ട് സാധിക്കാതെ തോറ്റുപോയി, അതിനുള്ള സഹതാപം ജനങ്ങൾ പകരം വീട്ടിയതായിരിക്കാം. അതുപോലെ തന്നെ പറഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമാ നടനായതുകൊണ്ട് BJPക്ക് കിട്ടിയ വോട്ടല്ല, അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ്, സുരേഷ് ഗോപി ആയതുകൊണ്ട് ജയിച്ചതാണ്. അങ്ങനെയുള്ള ക്യാമ്പയിൻ വന്നു. അത് കഴിഞ്ഞിട്ട് പൂരം കലക്കിയ വിവാദങ്ങളുണ്ടാക്കി. ലൂർദ് മാതാവിന് കിരീടം കൊടുത്തത് അത് വിവാദമാക്കി. അങ്ങനെ ഏറ്റവും അവസാനമാണ് ഈ വോട്ട് ചോർച്ച അല്ലെങ്കിൽ വോട്ടിൽ കൃത്രിമത്വം കാണിച്ചിട്ടാണ് ജയിച്ചത് എന്ന് വരെയുള്ള തരംതാണ ആരോപണങ്ങളിലേക്ക് പ്രതിപക്ഷം എത്തി. അതെല്ലാം കാണുമ്പോൾ ഞങ്ങൾ അടിത്തട്ടിൽ പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട്. വീടാന്തരം കയറി വോട്ടുകൾ ചേർത്ത് വെട്ടേണ്ടവരെ വെട്ടി, കയറ്റേണ്ടവരെ കയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്നോ കൊണ്ടുവന്നിട്ടല്ല, അതത് സ്ഥലങ്ങളിലുള്ള 18 വയസ്സ് പൂർത്തിയായവർ, കല്യാണം കഴിഞ്ഞെത്തിയവർ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ചേർക്കുന്നത്. അതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു വോട്ട് പോലും മിസ്സാവാതിരിക്കുക, നമുക്ക് കിട്ടാൻ ഉറപ്പുള്ള ഒരു വോട്ട് പോലും നമ്മളിൽ നിന്ന് ചോർന്നു പോവാതെ നോക്കുക എന്താണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും വലിയ കടമ. അത് കൃത്യമായി ഞങ്ങൾ ആ ഒരു ഇലക്ഷന് ഒരു വർഷം മുന്നേ പല ആസൂത്രണങ്ങളും നടത്തി, പല കാര്യങ്ങളും ചെയ്ത്
ആ ഒരു വർഷം ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തു. അതെല്ലാം കാണുമ്പോൾ, ഇങ്ങനെയുള്ള വിവാദങ്ങൾ കാണുമ്പോൾ നമുക്കതിനോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്.